ഓഫർ തട്ടിപ്പിനായി രൂപീകരിച്ച ട്രസ്റ്റിന്റെ നിർണായക രേഖകൾ പുറത്ത്. കെ.എൻ. ആനന്ദകുമാർ ആജീവനാന്ത ചെയർമാനായ ട്രസ്റ്റിൽ 5 അംഗങ്ങളാണുള്ളത്. 5-അംഗ ട്രസ്റ്റ് രൂപീകരിച്ചായിരുന്നു തട്ടിപ്പെന്ന വിവരം കഴിഞ്ഞ ദിവസം മീഡിയ വൺ പുറത്തുവിട്ടിരുന്നു. അതിനിടെ ഓഫർ തട്ടിപ്പിലെ അന്വേഷണം ഊർജിതമാക്കിയതായി ഇഡി പരാതിക്കാരായ സീഡ് സൊസൈറ്റി അംഗങ്ങളുടെ മൊഴിയെടുത്തു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 15-നാണ് ഓഫർ തട്ടിപ്പിനായി 5-അംഗ ട്രസ്റ്റ് രൂപീകരിച്ചത്. സായി ഗ്രാമൻ ട്രസ്റ്റ് ചെയർമാനായ കെ.എൻ. ആനന്ദകുമാർ ആജീവനാന്ത ചെയർമാനായ ട്രസ്റ്റിൽ 5 അംഗങ്ങളാണുള്ളത്. പ്രതി അനന്തകൃഷ്ണൻ, ബീന സെബാസ്റ്റ്യൻ, ഷീബ സുരേഷ്, ജയകുമാരൻ നായർ എന്നിവരാണ് മറ്റംഗങ്ങൾ. തട്ടിപ്പിൽ പങ്കില്ലെന്നും പണമിടപാടടക്കം എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്തത് അനന്തകൃഷ്ണനാണെന്നായിരുന്നു കെ.എൻ. ആനന്ദകുമാറിന്റെ വാദം. എന്നാൽ ആനന്ദകുമാറിന്റെ ഈ വാദം പൊളിക്കുന്നത് കൂടിയാണ് രേഖകൾ. ആനന്ദകുമാറിന്റെ അക്കൗണ്ടിലേക്ക് 2 കോടി കൈമാറിയെന്ന് അനന്തകൃഷ്ണൻ മൊഴി നൽകിയിരുന്നു. ട്രസ്റ്റ് രൂപീകരിച്ച് 8 മാസം കൊണ്ട് 400 കോടിയോളം രൂപയാണ് പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതിനിടെ ഓഫർ തട്ടിപ്പിന്റെ മറവിൽ നടന്ന കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണവും ഇഡി ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ECAR രജിസ്റ്റർ ചെയ്ത ഇഡി മൂവാറ്റുപുഴയിലെ സീഡ് സൊസൈറ്റി അംഗങ്ങളെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുത്തു. മൊഴിയെടുപ്പ് പൂർത്തിയായ ശേഷം അനന്തകൃഷ്ണനെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കും. തട്ടിപ്പിനായി രൂപീകരിച്ച ട്രസ്റ്റിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു, തട്ടിയെടുത്ത പണം ഹവാല ഇടപാടിലൂടെ വിദേശത്തേക്ക് കടത്തി തുടങ്ങിയ സംശയങ്ങളിൽ വ്യക്തത വരുത്താനുള്ള അന്വേഷണമാണ് ഇഡി നടത്തുന്നത്. പ്രതി അനന്തകൃഷ്ണന്റെ കൊച്ചിയിലെ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ക്രൈംബ്രാഞ്ച് റെയ്ഡും തുടരുകയാണ്. ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡി അപേക്ഷ മറ്റന്നാൾ മൂവാറ്റുപുഴ കോടതി പരിഗണിക്കും. മീഡിയ വൺ, കൊച്ചി.